ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന സ്വർണ്ണ വ്യാപാരി 476 ഗ്രാം സ്വർണം പോറ്റി നൽകിയെന്ന് ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പോറ്റിയെ ബെല്ലാരിയിൽ എത്തിച്ച് തെളിവെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. സിജോ ബി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, നിർണായകമായ കണ്ടെത്തലാണ് SIT നടത്തിയിരിക്കുന്നത്. സ്വർണം പോറ്റി ആർക്ക് വിറ്റു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇന്നത്തെ തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നുണ്ട് SIT ഇവിടെ? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ കട്ടിലയിലെയും പാളികൾ കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു വേർതിരിച്ചെടുത്തത്. അതിനുശേഷം ഈ പാളികളിൽ സ്വർണം പൂശുകയും ചെയ്തിരുന്നു. ബാക്കി വന്നത് 476 ഗ്രാം സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്. അത് എവിടെ പോയിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയും ചെയ്തിരുന്നത്. അത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൽപേഷിന് കൊടുത്തിരുന്നുവെന്നാണ്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചെന്നും വിവരമുണ്ടായിരുന്നില്ല. അതിന് എന്ത് സംഭവിച്ചു എന്നുള്ള സൂചനയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതിപ്പോൾ ഒരു സ്വർണ്ണ വ്യാപാരിയാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ബെല്ലാരിയിലെ ഇയാളുടെ ജ്വല്ലറിയിൽ എത്തിച്ച് നൽകിയെന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന പോലെ തന്നെ ബാക്കിയുള്ള 476 ഗ്രാമും അവിടെ എത്തിച്ചു എന്നാണ് പറയുന്നത്. അത് ഇയാൾക്ക് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാള് ശബരിമലയിലെ പൂജാരിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പൂജാരിയാണ് എന്നാണ് ഈ ഗോവർദ്ധനോട് പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണ് ഇയാളുമായി അടുപ്പമുണ്ടാക്കുകയും ചെയ്യുന്നത്. ഇവർ തമ്മിൽ വേറെയും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഈ ശബരിമലയിലെ സ്വർണം അത് പൂശുന്നതിന് വേണ്ടിയിട്ട്, പാളികൾ പൂശുന്നതിന് വേണ്ടിയിട്ട് പല ആളുകളിൽ നിന്നും ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വാങ്ങിയിട്ടുണ്ട്. ഈ ഗോവർദ്ധന്റെ കയ്യിലും അത്തരത്തിൽ സ്വർണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇയാൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും SIT അത് വിശദമായി ഇത് പരിശോധിച്ച് വരികയാണ്. അതിന്റെ എത്രത്തോളം വസ്തുതയുണ്ടെന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഈ സ്വർണം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതിന് സ്വർണം പൂശിയതിന് കുറച്ച് സ്വർണം നൽകുകയും ചെയ്തിരുന്നു. ആ സ്വർണം കണ്ടെടുക്കാനും അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സിജോ ബി ജോൺ ആണ്.